ഗുജറാത്തിലെ യുഎസ് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ സബ്സിഡി അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ജെഡിഎസ് നേതാവുമായ എച്ച്.ഡി. കുമാരസ്വാമി. സെമി കണ്ടക്ടർ നിർമ്മാതാക്കളായ മൈക്രോണിനാണ് 16,000 കോടിയോളം രൂപ സബ്സിഡി അനുവദിച്ചത്. ഇത്രയും തുക ഒരു സെമി കണ്ടക്ടർ പ്രൊജക്ടിനു വേണ്ടി അനുവദിക്കുന്നത് ശരിയാണോ എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായും അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ പാർട്ടി പരിപാടിയിലായിരുന്നു എച്ച്.ഡി. കുമാരസ്വാമിയുടെ അഭിപ്രായ പ്രകടനം. മൈക്രോൺ 5,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി $2 ബില്യൺ, ഏകദേശം 16,000 കോടി രൂപയാണ് അവർക്ക് സബ്സിഡി അനുവദിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കൂട്ടിനോക്കിയാൽ കമ്പനിയുടെ ആകെ നിക്ഷേപത്തിന്റെ 70% വരും ഇത്. ഇത്രയും വലിയൊരു തുക ഇങ്ങനെയൊരു കമ്പനിക്ക് നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്നാണ് കുമാരസ്വാമിയുടെ ചോദ്യം. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ തുക വകയിരുത്തിയാലുള്ള ഗുണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗളൂരുവിലെ വ്യവസായ മേഖലയായ പീനിയ ഒരു ഉദാഹരണമാണ്. എത്ര ലക്ഷം ജോലിയാണ് അവർ സൃഷ്ടിച്ചത്. എന്നാൽ അവർക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത്? രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് താനിപ്പോൾ ആലോചിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുമാരസ്വാമിയുടെ വിമർശനം പ്രതിപക്ഷം ഏറ്റുപിടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യായമായ ചോദ്യമാണ് ജെഡിഎസ് നേതാവ് ഉയർത്തിയിരിക്കുന്നതെന്ന് ഉദ്ധവ് ശിവസേന നേതാവും രാജ്യസഭാ അംഗവുമായ പ്രിയങ്ക ചതുർവേദി പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ ഗുജറാത്തിന് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ തെളിവാണ് കുമാരസ്വാമിയുടെ വെളിപ്പെടുത്തലെന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രസ്താവന വിവാദമായതോടെ കുമാരസ്വാമി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏതെങ്കിലും സംസ്ഥാനത്തെ താൻ പരാമർശിച്ചിട്ടില്ല. എന്റെ പ്രസ്താവനയെ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? ഭാവിയിൽ സൂക്ഷിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മേഖല രാജ്യത്ത് തന്ത്രപ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന് ആവശ്യമുള്ള വ്യവസായമാണത്. ഇതോടൊപ്പം മറ്റു മേഖലകളിലും ചെറുകിട വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണെന്നും കുമാരസ്വാമി കൂട്ടിച്ചേർത്തു. റാൻഡം ആക്സസ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി, USB ഫ്ലാഷ് ഡ്രൈവ്സ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ മെമ്മറി, ഡാറ്റ സ്റ്റോറേജ് ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളാണ് മൈക്രോൺ ടെക്നോളജി. യുഎസിലെ ഐഡഹോയിലെ ബോയ്സിലാണ് കമ്പനിയുടെ ആസ്ഥാനം. ഗുജറാത്തിൽ $2.75 ബില്യൺ പുതിയ പ്ലാന്റ് നിർമ്മിക്കുമെന്ന് 2023 ജൂണിൽ മൈക്രോൺ പ്രഖ്യാപിച്ചിരുന്നു. 2 ഘട്ടങ്ങളിലായി $825 മില്യൺ ഇവിടെ നിക്ഷേപിക്കുമെന്നും 5,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കമ്പനി അവകാശപ്പെട്ടിരുന്നു. മൊത്തം പദ്ധതി ചെലവിന്റെ 50% സാമ്പത്തിക പിന്തുണയും സബ്സിഡിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മൈക്രോൺ വെളിപ്പെടുത്തിയിരുന്നു.